ഹായ് ഹലോ. നമ്മളിതാ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴേ അറിയാം നമ്മൾ എങ്ങോട്ടാ പോകാനുള്ള പുറപ്പാടാണെന്ന്. നമുക്കിന്ന് 2 കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ പറ്റുന്ന കല്യാണത്തിന് രാവിലെ അങ്ങോട്ട് പോവാം, വൈകുന്നേരം ഇറച്ചി കഴിക്കാൻ പറ്റുന്നതിനും പോകാമെന്ന് കേട്ടോ. വൈകുന്നേരത്തെ കല്യാണം RDRലും ഉച്ചത്തത് ഉദയന്നൂർ ദേവി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആദിലെത്തിയിട്ടില്ല കേട്ടോ. അവന് മദ്രസയിൽ ഇന്ന് എക്സാമാണ്. അപ്പോൾ അവൻ ദാ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവൻ ഇനി കുളിച്ച് ഒരുങ്ങിയിട്ടൊക്കെ വേണം എനിക്ക് പോകാനായിട്ട്. ഞാൻ ഒരുങ്ങി നിൽപ്പുണ്ട്. പിന്നെ അവനെ കൂടെ ഒരുക്കി എടുത്തല്ലേ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉമ്മയും നാത്തൂനും പിള്ളേരും ഒക്കെ മുമ്പ് കൂട്ടി അങ്ങ് വെച്ച് പിടിച്ചു. പിന്നെ ഞാനും ഇക്കായും മോനും കൂടെയൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞ് 12:45 കേട്ടോ കെട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ എത്തിയാൽ മതിയല്ലോ, കല്യാണം കണ്ടു കഴിഞ്ഞാൽ മതിയല്ലോ നമുക്ക്. അങ്ങനെ നമ്മുടെ ഇടവഴികളും നാടുവഴികളും വയലുകളും ഒക്കെ കണ്ട് നമ്മൾ റോട്ടിലോട്ട് കയറി വല്ല വിധേനെ നമ്മൾ മണ്ഡപത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ മണ്ഡപത്തിലെത്തിയതും നാത്തൂനും മക്കളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്, ഉമ്മായും ഒക്കെ. അങ്ങനെ പിന്നെ നമ്മൾ ഒരുമിച്ചായി കേട്ടോ മണ്ഡപത്തിനകത്തോട്ട് കയറിയത്. അപ്പോൾ കെട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. കതർ മണ്ഡപത്തിൽ പെണ്ണും ചെറുക്കനും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അറിയാവുന്നവരൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എല്ലാവരും വന്ന് ഫുഡ് കഴിക്കും ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്നും പറഞ്ഞിട്ട് വിളിച്ചു. മണി 12 കഴിഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതാ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയപ്പോഴത്തേക്ക് അതിലും ഇക്കായും അതിന് മുമ്പേ കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു സെറ്റ് ചേർന്നതാ. എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ അതിലിനെ കാണാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സദ്യയൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ ഇതിൽ ചിപ്സും ഉപ്പേരിയൊക്കെ പറക്കി തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിപ്സ് 3-4 തിന്നപ്പോഴത്തേക്കും ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉപ്പേരി ഉണ്ണിയപ്പോൾ ഒന്നും തൊടാൻ പറ്റില്ല. 2 ദിവസം സോയാബീനും പറക്കി തിന്നു. അപ്പോഴത്തേക്കും ചോറും എൻ്റെ ഇലയിലോട്ട് ഇട്ടു. സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ പരിപ്പ് വന്നു, നെയ്യ് വന്നു. അങ്ങനെ അതുമായിട്ട് ഞാൻ ഇന്നെങ്കിൽ ഇത്തിരി അവിയലും അച്ചാറും പപ്പടവും കൂടെ അങ്ങോട്ട് കുഴച്ച് വെച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഞാൻ ഈ സദ്യ കഴിക്കാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ മിക്കവാറും കാപ്പിയൊന്നും കുടിക്കാറില്ല കേട്ടോ. അതാവുമ്പോൾ എനിക്ക് സദ്യ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട ചോറ് മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നേ. രണ്ടാമത് എനിക്ക് ചോറ് സാമ്പാർ ഞാൻ വാങ്ങിച്ചു വെച്ചു. അത് കഴിക്കാൻ സമയത്ത് എൻ്റെ അമ്മൂൻ്റെ കഴിപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം ഞാൻ ചോറ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നമ്മുടെ അടപ്പായസം പപ്പടം കൂട്ടി അങ്ങോട്ട് നല്ലോണം തട്ടിവിട്ടപ്പോഴത്തേക്കും നമ്മുടെ കടലപ്പായസം വന്നു. അങ്ങനെ കടലപ്പായസത്തിനെ ഞാൻ എൻ്റെ ഇലയിലോട്ട് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബോളിക്ക് വേണ്ടി കാത്തിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ പാൽ പായസം വാങ്ങത്തുമില്ല, ബോളി വാങ്ങിച്ചിട്ട് കടലപ്പായസം കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ ബോളി എത്തിയത് ഞാൻ നാട്ടെ കടലപ്പായസമായിട്ട് കൂട്ടി അങ്ങോട്ട് അടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ പുളിശ്ശേരി വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ചോറൊക്കെ നീക്കി വെച്ച് ഞാൻ അതിലോട്ട് പുളിശ്ശേരി വാങ്ങിച്ച് അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രസം വന്നു. രസം വേണ്ടാന്ന് പറഞ്ഞ് ഒട്ടിച്ചു വിട്ടു. പിന്നെ തൈര് വന്നിട്ടുണ്ട്. തൈരെല്ലാം മോര് വന്നിട്ടുണ്ട്. മോര് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ചോറ് മൊത്തം ഞാൻ കഴിക്കുമെന്നുള്ള വാശിയിൽ മൊത്തം കഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഓരോരുത്തർ കഴിഞ്ഞ് എഴിച്ച് പോയിട്ട് ഞാൻ അവിടെ നിന്ന് എഴിച്ച് പോയിട്ടില്ല. അങ്ങനെ ഞാൻ മൊത്തം ചോറും കഴിച്ചിട്ട് ഒക്കെ കഴുകി ഞങ്ങളിതാ പിന്നെ മണ്ഡപത്തിലോട്ട് വന്നു. അപ്പോൾ പെൺകുട്ടി പല്ലക്കിലോട്ടൊക്കെ കയറാൻ വേണ്ടി പോവാണ്. പിന്നെ പല്ലക്കുമായിട്ട് പെൺകുട്ടിയും വന്നു. പല്ലക്കിലും പെൺകുട്ടിയും കൊണ്ട് ആളുകൾ വന്നു. സീറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇങ്ങ് സൈഡിലോട്ട് നിന്നാണ് കേട്ടോ കല്യാണം കാണാനായിട്ട് നിന്നത്. പിന്നെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. അല്ലാതെ കെട്ട് കാണാനൊന്നും പറ്റത്തില്ല, കാരണം സൈഡിലൊക്കെ നിറച്ച് ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലെന്ന് നേരത്തെ തന്നെ മനസ്സിലായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിള്ളേരുടെ കളിയെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേർ ഇതാ ഇവിടെ കളിക്കാനായിട്ട്. ഒരു കൊച്ചു സുന്ദരി കുട്ടിയാണെങ്കിൽ എൻ്റെ അയിനുൻ്റെ പല്ലിൻ്റെയും മൂക്കിൻ്റെയൊക്കെ മുഖത്തിട്ട് നുള്ളി അളവൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ, എത്ര നീളമുണ്ടെന്നൊക്കെ. അങ്ങനെ ഇത് ബൊമ്മയാണോ എന്നൊക്കെ അവൾക്കൊരു സംശയം. അങ്ങനെ അവൾ തൊട്ടൊക്കെ നോക്കുകയാണ് നല്ലോണം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മക്കുട്ടിയും താഴെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്മക്കുട്ടി അവൾ അതുപോലെ തൊട്ട് തടവിയൊക്കെ നോക്കിയിട്ടുണ്ട്, ഇതും പാവക്കുഞ്ഞാണോ എന്നൊക്കെ. അങ്ങനെ ഒരു ചേട്ടനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ഒരു തള്ളൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളൊരു കെട്ടിൻ്റെ സൗണ്ട് കേട്ടത്. അതിലൂടെ നമുക്ക് കെട്ട് കഴിഞ്ഞെന്ന് മനസ്സിലായി കേട്ടോ. അതിനുശേഷം നമ്മളും കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം വീട്ടിലോട്ട് പുറപ്പെടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇക്കായെ കാത്ത് നമ്മൾ അവിടെ ചുറ്റി തിരിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഇക്ക വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഭയങ്കര വെള്ളം നല്ല ചൂടുണ്ടല്ലോ ഇപ്പോൾ, പകൽ സമയത്തൊക്കെ നല്ല വെയിലല്ലേ. പിന്നെ നമ്മുടെ MLA യോ മന്ത്രി ആരൊക്കെ വന്ന് ഞാനതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. അതിനുശേഷം ഇക്ക വണ്ടി എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാനും ഇങ്ങ് താഴോട്ട് വന്ന് നിന്നു. പിന്നെ നമ്മൾ അതിൽ കയറി നേരെ വീട്ടിലോട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്ന പാടെ നമുക്കത് കിട്ടിയ നാരങ്ങയുടെ എണ്ണമൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ 3 നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇനി അലക്കിയിടാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ അങ്ങ് അലക്കിയിട്ടു. ആ സമയം കൊണ്ട് ഞാൻ ഊരി വെച്ച സ്ലൈഡ് എൻ്റെ ആതിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിക്കാൻ നോക്കിയെങ്കിലും അത് ഒട്ടിയിട്ടില്ല കേട്ടോ. അത് പിന്നും ഇളകിപ്പോവും. ഭയങ്കര സങ്കടം. ഞാൻ ഒട്ടിച്ചെടുക്കുന്നവർ ഒട്ടിച്ചെടുക്കുന്നവർ ഒട്ടിച്ചെടുത്തു. ഉമ്മയാണ് പൊട്ടിച്ച. എന്നാ പൊട്ടിച്ചാരുമ്മ? ഇത് ഒട്ടിയിട്ട് വേണ്ടേ പൊട്ടാൻ? ഒട്ടിയിരുന്നല്ലോ തുറക്കാത്ത. അപ്പൊ ഉമ്മല്ലേ വലിച്ചു പൊട്ടിച്ചത്. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു സാധനവും നശിപ്പിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഞാനാണെങ്കിൽ പൊന്നു പോലെ കൊണ്ടുവരുന്ന സാധനമാണ്.
ഉച്ചയ്ക്ക് കഴിച്ച നല്ല തുമ്പപ്പൂ ചോറൊക്കെ ദഹിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു അടുത്ത കല്യാണത്തിന് പോവാമല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഉമ്മ എന്നെ ഫസ്റ്റ് ഒരുങ്ങി നിൽപ്പുണ്ട് കേട്ടോ. ഉമ്മാക്കും വാപ്പാക്കും എവിടെ പോകണമെങ്കിലും നേരെ വിളക്കത്തുമ്പോൾ ഡ്രസ്സ് മാറി അങ്ങ് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ശീലം. പണ്ടാണെങ്കിൽ അവരായിരുന്നു കേട്ടോ നമ്മളെപ്പോലെ താമസിച്ചിറങ്ങുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമ്മളാണ് താമസിച്ചിറങ്ങുന്നത്, അവരങ്ങ് മുമ്പ് കൂട്ടി ഇറങ്ങും. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ തന്നെയല്ലേ ഇപ്പം അവരുടെ ജോലി. അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ വീട്. ഈ വീട്ടിലെ കല്യാണ റിസപ്ഷനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്, ഓട്ടോയിലും ബൈക്കിലുമായിട്ട്. അങ്ങനെ നമ്മളിത് ആ മണ്ഡപം എത്താറായപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ അമ്പലങ്ങളിലൊക്കെ ഉത്സവമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ലൈറ്റ് അലങ്കാരങ്ങളും കാണാനൊക്കെ എന്താ രസം, റോഡൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ മണ്ഡപം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് 2 കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, താഴെയും മുകളിലുമായിട്ട്. നമുക്ക് മിനി ഹാളിലാണ് കയറേണ്ടത്. പക്ഷേ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവുമില്ല, അത്രമാത്രം വണ്ടി കേട്ടോ 2 കല്യാണത്തിൻ്റെ. അപ്പം നമ്മുടെ പാർട്ടി ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും നല്ല ചൂട് ചൂട് വാഴയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പല കളറ് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ സുലൈമാനി തന്നെ എത്രയാ കളറിലുള്ളതെന്ന് അറിഞ്ഞൂടെ കേട്ടോ. മിനി, മിൻറ്റ്, പിങ്ക്, ബ്ലൂ അങ്ങനെയൊക്കെ കുറേ പേരിലുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ജിഞ്ചർ, ഇതൊക്കെ ഞാനിതൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും പറയാനും അറിയത്തില്ല. പിന്നെ ഞാനൊരു വാഴയ്ക്കൊപ്പം എടുത്ത് വെച്ച് അങ്ങ് കഴിച്ചു, ഒരു വെൽക്കം ഡ്രിങ്ക് എടുത്ത് കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് ബെറോട്ട പൂരിൻ്റെയും ചിക്കൻ ഫ്രൈ അതൊക്കെ ആ സൈഡിലോട്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നല്ല ചൂട് കാബജി എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലാണ് മറ്റേ കല്യാണത്തിൻ്റെ പാർട്ടി നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ യാദർച്ഛികമായി വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ വാപ്പായും വിജയമാമനെയും കണ്ടിട്ടുണ്ട്. പിന്നെ അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ കാബജിയൊക്കെ റെഡിയായപ്പോൾ ഒരു കാബജിയും കഴിച്ചിട്ട് അവിടെയൊക്കെ നിന്നു. അപ്പോഴത്തേക്കും നമുക്ക് പരിചയമുള്ള 5-6 പേര് വന്നു കേട്ടോ. അവരോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉമ്മായും റജീനയും പിള്ളേരും എല്ലാം എത്തിയിട്ടുണ്ട്, ഷംനൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവരിതൊക്കെ കഴിച്ച് തീരും വരെ ഞാനും കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ മണ്ഡപത്തിനകത്തോട്ട് കയറിയിട്ടുണ്ട്. പെണ്ണിയും ചെറുക്കനെയൊക്കെ ഒന്ന് കാണണ്ടേ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പയ്യനാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊന്ന് കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മളും അവിടെ പോയിരുന്നവരെയൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. നല്ല കുട്ടിയായിരുന്നു, നല്ല പയ്യനാണ്. അങ്ങനെ നമ്മൾ അവരെയൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നു കേട്ടോ. വെയിറ്റ് ചെയ്തെല്ലാം അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ ഫുഡ് അടിക്കാനായിട്ട്, പ്രധാന പണി അതാണല്ലോ. അങ്ങനെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പൊറോട്ട അപ്പമായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പിൽ, രണ്ടാമത് പൂരിയും പത്തിരിയായിരുന്നു കേട്ടോ. ഞാൻ പൊറോട്ടയൊന്നും വാങ്ങിയിട്ടില്ല, ഒരപ്പവും ഒരു പത്തിരിയും വാങ്ങി, പിന്നെ നൂഡിൽസും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ല ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ചിക്കൻ സ്റ്റൂ. അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതും വാങ്ങി. പിന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ മട്ടൻ കറി എടുത്തില്ല, അവരെല്ലാം അതൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടുവച്ചിരുന്ന് കഴിക്കുകയാണേ. അപ്പോൾ കഴിച്ചപ്പോഴത്തേക്കും ഇക്കായി അതിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു കേട്ടോ. നമ്മുടെ 2ഇടത്തെയും ഫുഡ് നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നേ. കഴിച്ച് നിറച്ച് നല്ല നിറവായിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഡെസേർട്ട് ഐറ്റംസ് ആയിട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ കിണ്ണത്തപ്പം ഉണ്ടായിരുന്നു, ബ്രൗണി വിത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൗണി ഇല്ലാണ്ട് ഒരു ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ ഈ കിണ്ണത്തപ്പമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ തന്നെ ഇതാ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.